നമസ്കാരം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയിൽ കണ്ട് നമ്മൾ മലയാളികളെല്ലാം കൈമയൊന്നപ്പോൾ വീണ്ടും വലിയ വിജയത്തിൻ്റെ ഒരു സന്തോഷം കൂടി നമുക്ക് കാണാൻ സാധിച്ചു. അത് മറ്റൊന്നുമല്ല, നീണ്ട വർഷങ്ങളായി സൗദി റിയാദിലെ ജയിലിൽ കിടന്നിരുന്ന ആൾ റഹീം എന്ന് പറയുന്ന വ്യക്തിക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് 34 കോടി രൂപ ബ്ലഡ് മണി ആയിട്ട് ആവശ്യമുണ്ടായിരുന്നു. ആ ബ്ലഡ് മണി നമ്മുടെ കേരളക്കരയിലെ മുഴുവൻ ആളുകൾ ഒന്നിച്ചുകൊണ്ട് നമുക്കത് കണ്ടെത്താൻ സാധിച്ചു. അതിനുവേണ്ടി ആദ്യമായി നമ്മൾ രംഗത്ത് വന്നിരിക്കുന്നത് നമ്മുടെ സമൂഹ മാധ്യമങ്ങളടക്കം വലിയ വിമർശനങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സെൽഫ് ബ്രാൻഡിങ്ങായി ബന്ധപ്പെട്ട് നമ്മുടെ ബോച്ചയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കും വലിയ വലിയ വിയോജിപ്പുകളുണ്ട്. ആ വിയോജിപ്പുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ആളുടെ നേതൃത്വത്തിൽ വെറുതെ നമ്മൾ ഈ വീഡിയോ എടുക്കുക മാത്രമല്ല ചെയ്തത്, ആൾ 1 കോടി രൂപ ഈ 34 കോടിയിൽ 1 രൂപ സംഭാവന ചെയ്യുകയും ബാക്കി 33 കോടി രൂപയ്ക്ക് വേണ്ടി കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മുഴുവൻ സ്ഥലങ്ങളിലും തെണ്ടാനായിട്ട് ആൾ രംഗത്ത് വന്നു എന്നുള്ളത് ഒരു വളരെ വിചിത്രകരമായ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ വളരെ ഒരു പ്രശംസനീയമായ ഒരു കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തൊരു ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ആൾ തന്നെ സ്വയം ഒരു ബോച്ച എന്ന് പറയുന്ന ബ്രാൻഡ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പല സന്ദർഭങ്ങളിൽ ആൾ പല രീതിയിലും നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സമൂഹം ഒരു വട്ടൻ അല്ലെങ്കിൽ ഒരു ഭ്രാന്തൻ എന്ന രീതി വിശേഷണങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക പുളുവടിയൻ എന്ന് പറയുന്ന രീതിയിലെ ഓരോ വിശേഷണങ്ങൾക്ക് കാരണമായ ഒരാളാണ് ബോബി ചെമ്മണ്ണൂർ. പക്ഷേ അദ്ദേഹം എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു തികഞ്ഞ ഒരു മനുഷ്യസ്നേഹി, അല്ലെങ്കിൽ മനുഷ്യസ്നേഹത്തിനൊരു ഉദാത്തമായ ഒരു മോഡൽ എന്ന രീതിയിലേക്ക് വന്ന ഒരു കഴിഞ്ഞ ദിവസങ്ങളുടെ കാഴ്ചയായിരുന്നു നമുക്ക് കഴിഞ്ഞ ദിവസം സാധിച്ചത്. അതായത് മറ്റ് പല ചാരിറ്റി പ്രവർത്തകർ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ അവർ പലരും അറിയപ്പെടുന്ന 60-40 കമ്മീഷൻ ടീമുകളെന്നാണ്. കാരണം അത്തരത്തിലുള്ള ഒന്നും ഈ ഒരു ധനസഹായ രൂപീകരണത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതും വളരെ പ്രശംസനീയമായ ഒരു കാര്യമാണ്. ഇപ്പോൾ വളരെ നിസ്സാര ദിവസങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഏപ്രിൽ 16-ാം തീയതി മുതൽ ഇത്രയും ഭീമമായ തുക എങ്ങനെ കണ്ടെത്തും എന്നൊരു ആശങ്ക ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂരുണ്ടായിരുന്നു. പക്ഷെ ആശങ്കയെ വലിയ രീതിയിൽ മറ്റ് സോഷ്യൽ മീഡിയാസും മറ്റു ചാരിറ്റി പ്രവർത്തകർ അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യ പ്രവർത്തകരും, ചാരിറ്റി പ്രവർത്തകർ നമ്മൾ തെറ്റിയിരിക്കരുത്, മറ്റേ 60-40 ഫിറോസ് കുന്ന് പറഞ്ഞ പോലെയുള്ള ആൾക്കാരല്ല, നല്ല രീതിയിലുള്ള നല്ലൊരു മനുഷ്യ സ്നേഹികളുടെ ഒരു കൂട്ടായ ഫലമായിട്ടാണ് നമുക്ക് ഈ ഒരു വിജയം നമുക്ക് കരസ്ഥമാക്കാൻ സാധിച്ചത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരാളാണ് നമ്മുടെ ബോബി ചെമ്മണ്ണൂർ. കാരണം ബോബി ചെമ്മണ്ണൂർ 34 കോടി രൂപ സമാഹരിക്കുക മാത്രമല്ല, ഒരു ജോലിയും കൂടി വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ആ ദിവസങ്ങളിൽ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് എനിക്ക് വളരെയധികം ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം, നമ്മുടെ KT ജലീൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്തായാലും നമുക്ക് ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. കഴുമരച്ചൂട്ടിലും റഹീമും രക്ഷകനായി ബോബി ചെമ്മണ്ണൂർ കിറുക്കനാണെന്നും ആക്ഷേപിക്കുന്നവരുണ്ട്. ചില കിറുക്കന്മാർ ഇല്ലായിരുന്നെങ്കിൽ നന്മയുടെ ഉറവുകൾ എന്നേ വറ്റിപ്പോകുമായിരുന്നു. അബദ്ധത്തിൽ താൻ കാരണം സംഭവിച്ച ഒരു മരണം അതിന് ജീവൻ പകരമായി നൽകാനാണ് സൗദി അറേബ്യയിലെ കോടതി വിധി. അതിനെ മറികടക്കാൻ 2 വഴികളേ ഉള്ളൂ. മരണപ്പെട്ടയാളുകളുടെ ബന്ധുക്കൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഘാതകന് മാപ്പ് നൽകുക, അതുമല്ലെങ്കിൽ വധിക്കപ്പെട്ട വ്യക്തിയുടെ കുടുംബം പറയുന്ന നഷ്ടപരിഹാര തുക നൽകി ശിക്ഷയിൽ നിന്ന് മുക്തി നേടുക. സ്വദേശിയായാലും വിദേശിയായാലും ഈ നിയമം എല്ലാവർക്കും സൗദിയിൽ ബാധകമാണ്. കരുതി കൂട്ടി ഒരാളുടെ ജീവനെടുത്താലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതല്ലാതെ മറ്റു മാർഗങ്ങളില്ല. അറിയാതെ പറ്റിയ അബദ്ധത്തിന് ജീവൻ പകരം നൽകേണ്ട അവസ്ഥയിൽ നീറി മരണം മുന്നിൽ കാണുന്ന മലയാളിയായ റഹീം 34 കോടി ഇന്ത്യൻ രൂപയാണ് മരണപ്പെട്ടയാളുടെ രക്ഷിതാക്കൾ അവരുടെ മകന് ജീവൻ നിശ്ചയിച്ച വില. ആ വില റഹീമിൻ്റെയും ജീവൻ്റെയും വിലയാണ്. റഹീമിനെ രക്ഷിക്കാൻ ബോബി ചെമ്മണ്ണൂർ ഇറങ്ങിത്തിരിച്ചത് വെറും കയ്യോടെയല്ല. തൻ്റെ വകയിൽ 1 കോടി രൂപയ്ക്ക് റെസീറ്റ് എഴുതിയ ശേഷമാണ് ബ്ലഡ് മണി ശേഖരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര. നാട്ടിലെ ചില കപട ചാരിറ്റി മാഫിയക്കാരെ പോലെ ഹോസ്പിറ്റലുകളുമായി കമ്മീഷൻ കരാർ ഉറപ്പിച്ചല്ല ബോബി ചെമ്മണ്ണൂർ എന്ന മനുഷ്യസ്നേഹിയുടെ പര്യടനം. സ്വയം മാതൃകയായ വേഷം ബോബി ഏറ്റെടുത്ത വെല്ലുവിളി വിജയത്തിലേക്ക് നീങ്ങുകയാണ്. പൊതുപ്രവർത്തകരുടെയും മത സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കൾക്കും അനുകരിക്കാവുന്ന മാതൃകയാണ് ബോബി ചെമ്മണ്ണൂരിൻ്റേത്. 4-5 ദിവസമായി ബോബിയെ ഞാൻ നിരീക്ഷിക്കുന്നു.
അദ്ദേഹത്തിൻ്റെ സംരംഭത്തിൽ പങ്കാളിയാകണമെന്ന തോന്നലാണ് കാരണം. എനിക്ക് നൽകാനാകുന്ന ഒരു സംഖ്യ ബോബി പറഞ്ഞ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്ത ശേഷമാണ് ഞാൻ ഈ കുറിപ്പ് എഴുതുന്നത്. മനുഷ്യനെ തിരിച്ചറിയുന്ന കാലത്ത് ഗ്രഹണം സംഭവിച്ചിട്ടില്ലെന്ന ഓർമ്മപ്പെടുത്തലാണ് ബോബിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കടുത്ത ചൂട് വകവയ്ക്കാതെ അദ്ദേഹത്തിൻ്റെ സഹജീവി രക്ഷാ പര്യടനം ഇന്ത്യയുടെ എന്നല്ല ലോക ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യത്തേതാകും. സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുമെന്ന ബോച്ചയുടെ വാക്കുകൾ ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു സംഭവത്തിലേക്കാണ് എൻ്റെ മനസ്സിനെ കൊണ്ടുപോയത്. ഖലീഫ ഉമറിൻ്റെ ഭരണകാലം 3 പേർ ചേർന്ന് ഒരു യുവാവിനെ ഭരണാധികാരിയുടെ മുന്നിൽ ഹാജരാക്കി പരാതി ബോധിപ്പിച്ചു. ഇയാൾ ഞങ്ങളെ പിതാവിനെ കൊന്നു. ഖലീഫ ഉമർ പ്രതിയെ നോക്കി, ശരിയാണ്, പക്ഷേ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അബദ്ധത്തിൽ പറ്റിയതാണ്. അയാൾ മറുപടി നൽകി. കേസ് വിചാരണയ്ക്കെത്തി. കൊല്ലപ്പെട്ട വ്യക്തിയുടെ മകൾ ക്ഷമിക്കാൻ തയ്യാറായില്ല. കുടുംബം മാപ്പ് നൽകിയില്ലെങ്കിൽ കൊലപാതകത്തിന് വധശിക്ഷയാണ് നിയമം. ഖലീഫ ഉമർ പ്രതിയോട് ചോദിച്ചു, അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? പ്രതി പറഞ്ഞു, എനിക്ക് വീട്ടുകാരെ കണ്ട് യാത്ര പറയാൻ 3 ദിവസം സമയം വേണം. പ്രതിക്ക് പോകണമെങ്കിൽ മദീനയിലുള്ള ഒരാൾ ജാമ്യം നിൽക്കണം. പ്രതി മടങ്ങി വന്നില്ലെങ്കിൽ ജാമ്യക്കാരൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതാണ് നാട്ടുവ്യവസ്ഥ. അപരിചിതനായ ഒരാൾക്ക് വേണ്ടി ജാമ്യം നിൽക്കാൻ ആരും തയ്യാറായില്ല. ആ സമയം പ്രായമായ ഒരു മനുഷ്യൻ ഉമറിന്റെ കോടതിയിൽ എഴുന്നേറ്റ് നിന്നു. ജാമ്യക്കാരനെ കണ്ട് ഉമർ ഞെട്ടി. ഖലീഫ ചോദിച്ചു, അബ്ദുർ താങ്കളോ? അതെ ഖലീഫ, അയാൾക്ക് വേണ്ടി ഞാൻ ജാമ്യം നിൽക്കാം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഇഷ്ടഭാജനമായ സഹപ്രവർത്തകനാണ് ജാമ്യക്കാരൻ. 2ാം ഖലീഫ ഉമർ മുന്നറിയിപ്പ് നൽകി, പ്രതി മടങ്ങി വന്നില്ലെങ്കിൽ ശിക്ഷ താങ്കൾ അനുഭവിക്കേണ്ടി വരും. അറിയാം, അദ്ദേഹം പ്രതിവചിച്ചു. അബൂദറിന്റെ ജാമ്യത്തിൽ പ്രതി നാട്ടിലേക്ക് പോയി. ആദ്യ 2 ദിവസവും 3ാം ദിവസവും കഴിഞ്ഞ് അവധി കഴിഞ്ഞിട്ടും പ്രതി മടങ്ങി വരാതെ ആയപ്പോൾ ജാമ്യം നിന്ന അബൂദറിന് തൂക്കിലേറ്റാൻ തീരുമാനമായി. കഴുമരത്തിലേക്ക് അബൂദർ നടന്നു പോകുകയാണ്. കൂടി നിന്നവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഹൃദയമിടിപ്പ് കൂടി. പ്രവാചക ശിഷ്യനെയാണ് വധിക്കാൻ പോകുന്നത്. ഖലീഫയും ഒന്നും പതറാതിരുന്നില്ല. പക്ഷേ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യർ. ആ സമയത്താണ് ദൂരെ നിന്നും ഒരാൾ ഓടിക്കിതച്ച് വരുന്നത് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അടുത്തെത്തിയപ്പോൾ ആളെ മനസ്സിലായി. തൂക്കിലേറ്റപ്പെടേണ്ട യുവാവാണ്. എല്ലാവരും സ്തബ്ധരായി. ആർക്കും ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥ. കിതച്ചു വന്ന പ്രതിയോട് ഖലീഫ ചോദിച്ചു, എന്തുകൊണ്ടാണ് വൈകിയത്? കുട്ടിക്ക് അസുഖമായിരുന്നു. അല്പസമയം അവനെ തലോടി അവൻ്റെ അടുത്തിരുന്നു. വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അവസരമുണ്ടായിട്ടും നിങ്ങൾ എന്തിനാണ് മടങ്ങി വന്നത്? ഉമർ വീണ്ടും ചോദിച്ചു. പ്രതിയുടെ ഉത്തരം കേൾക്കാൻ കൂടെ നിന്നവർ കാതുകൾ കൂർപ്പിച്ചു. അബൂദറിന്റെ മുഖത്തേക്ക് നോക്കി പ്രതി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, എന്നെ വിശ്വസിച്ച ഒരാളെ വഞ്ചിക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. അബൂദറിന്റെ നേരെ തിരിഞ്ഞ് ഖലീഫ ചോദിച്ചു, അപരിചിതയായ ഒരാൾക്ക് വേണ്ടി താങ്കൾ ജാമ്യം നിന്നു. അയാൾ മടങ്ങി വരുമെന്ന് എന്തുറപ്പാണ് താങ്കൾക്കുണ്ടായത്? ഞാൻ ജീവിച്ചിരിക്കെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വിശ്വസിക്കാത്ത അവസ്ഥ ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഒരു പരിചയമില്ലാത്ത 2 മനുഷ്യരുടെ വിശ്വാസവും മനുഷ്യത്വവും കണ്ട് കോടതിയിലുണ്ടായിരുന്നവരുടെ കണ്ണുകൾ നിറഞ്ഞു. ശിക്ഷ നടപ്പിലാകുന്നത് കാണാൻ എത്തിയ കൊല്ലപ്പെട്ട വ്യക്തിയുടെ മക്കളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. എല്ലാവരും കാണുകയും കേൾക്കുകയും ചെയ്ത അവർ തൊണ്ട ഇടറി വിളിച്ചു പറഞ്ഞു, പ്രതിക്ക് ഞങ്ങൾ മാപ്പ് നൽകിയിരിക്കുന്നു. ഇത് കേട്ട ഖലീഫ ചോദിച്ചു, ഇപ്പോഴെന്താ ഒരു മനംമാറ്റം? അവർ മുടിഞ്ഞു, വിശ്വാസികളുടെ നേതാവെ, ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആരും ആരെയും വിശ്വസിക്കാത്തവരായി ഉണ്ടാവരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഉത്തരം കേട്ട ഖലീഫ ഉമർ അവരെ ആലിംഗനം ചെയ്തു വിതുമ്പി. അബൂദറിന്റെ സ്ഥാനത്ത് ലോകമെമ്പാടുമുള്ള മലയാളികളെയാണ് കൊലമരച്ചൂട്ടിൽ നിൽക്കുന്നത്. പ്രതിയായ യുവാവിന്റെ സ്ഥാനത്ത് റഹീമും നന്മ മനസ്സിന്റെ വാഹകനായി ബോബി ചെമ്മൺ ഒരു കൂട്ടിനുണ്ട്. മാപ്പ് കൊടുക്കാൻ ഹൃദയവിശാലതയുള്ളവരെ ചുറ്റുവട്ടത്തൊന്നും കാണുന്നില്ല. ലോകം മുഴുവൻ പകരം കൊടുത്താലും ഒരു ജീവൻ നമുക്ക് തിരിച്ചു കിട്ടില്ല. ബോബിയുടെ ജീവൻ രക്ഷായത്നത്തിൽ എല്ലാവരും പങ്കാളിയാവുക. ബോച്ചയുടെ മഹാമനസ്കൃതിയിൽ മാനവീയതയ്ക്ക് മുന്നിൽ എൻ്റെ കൂപ്പുകൈ. ഇതാണ് നമ്മുടെ ജലീലിൻ്റെ ഒരു കുറിപ്പ്. വളരെ രസകരമായ ഒരു കുറിപ്പും അതിൽ നമ്മുടെ ഖലീഫ പറഞ്ഞൊരു കഥയും ചേർത്തുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സിനാരിയോയിൽ നമുക്ക് ഈ കാര്യങ്ങളെ നോക്കിയെടുക്കുമ്പോൾ അത്
മലയാളക്കരയിലെ മുഴുവൻ മലയാളികൾക്കും ഒരു ഉത്തേജനവും അതേപോലെ നമ്മുടെ ഒരു കൂട്ടായ വിജയത്തിൻ്റെ ഒരു പര്യായമായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, ബൈ.